ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് ഭയങ്കര എനിക്ക് ചെറിയൊരു വിഷമം ഉള്ളിൽ തട്ടുന്ന വീഡിയോ ആണിത്. കാരണം ഞാൻ 6 മാസമായി ഇപ്പോൾ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹിയിലേക്ക് തിരിച്ചു പോവേന്ന്. അപ്പോൾ എല്ലാ പാക്കിങ്ങും ഒക്കെ റെഡിയായി. ഇപ്പോൾ സമയം ഏകദേശം 1 മണി 1:15 കേട്ടോ. 3 മണിക്കാണ് നമ്മളെ ട്രെയിൻ. കണ്ണൂരിൽ നിന്നാണ് ട്രെയിൻ, രാജധാനിയിലാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് 1 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 1 മണിക്കൊന്നും ഇറങ്ങേണ്ട, ശരിക്കും ഒരു 2 മണിക്ക് ഇറങ്ങിയാൽ മതി. പക്ഷേ അച്ഛന് ഭയങ്കര പേടിയാണ്, ട്രെയിൻ മിസ്സാവോ പറഞ്ഞ് കയ്പ്പാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലഗേജ് ഉണ്ട്. 3 ട്രോളി ഉണ്ട്, ഒരു കാർട്ടൂൺ ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ബാക്ക് പാക്ക് ഉണ്ട്, പിന്നെ ഒരു വലിയ കാർട്ടൂൺ ബോക്സിൽ കുറേ സാധനം നമ്മൾ അയക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പം 6 മാസമായി ഞാൻ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ, ലഗേജ്, ഡ്രസ്സ് തന്നെ 3 ട്രോളിയിലും ഡ്രസ്സ് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അച്ഛനും അമ്മയാണ് കേട്ടോ നമ്മളെ കൊണ്ടാക്കാൻ വന്നിട്ടുള്ളത്. അപ്പം അവർ വരുമ്പം തന്നെ നമുക്കൊരു വിഷമമുണ്ട്. കാരണം അച്ഛനെല്ലാം ഭയങ്കര ലോല ഹൃദയനാണ്. അപ്പോൾ കുഞ്ഞു പോകുന്നതിൽ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ കറക്റ്റ് സമയമാണ് കേട്ടോ, ഓൺ ടൈമാണ് ഉണ്ടായിനി. 3:15 തന്നെയാണ് നമ്മളെ ട്രെയിൻ രാജധാനി കണ്ണൂർ വന്നിട്ടുണ്ടായിനി. കയറാൻ നല്ല തിരക്കുണ്ടായിനി. നമ്മൾ 2 AC എടുത്തിന്. സാധാരണ 3 AC ആണ് എടുക്കൽ. പക്ഷേ 3 ACയിൽ കുഞ്ഞിനെയും കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. നിമോസിനെയും കൊണ്ട് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ ട്രെയിനിൽ വരുന്നത്. ബാക്കിയെല്ലാം ഫ്ലൈറ്റിലാണ് വന്നിട്ടുണ്ടായിനി. അപ്പം 2 AC ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൈവസി കിട്ടും. പിന്നെ കിടക്കാനും എല്ലാം ഭയങ്കര സ്ഥലം ഉണ്ടാവും. പിന്നെ രാവിലെ കയറിയ പാടും ഒന്ന് കിടന്നിട്ടുണ്ടായിനി. നമുക്ക് ലോവറോ അപ്പറോ ഉണ്ടായിനി ബർത്ത്. അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ബ്രഷെല്ലാം ചെയ്തു കേട്ടോ. അപ്പം രാജധാനിയിൽ ഫുഡെല്ലാം ഉണ്ട്. പക്ഷേ അതിലത്തെ ഫുഡ് എനിക്കെന്തോ ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ വയറ്റിൽ പിടിക്കലും ഇല്ല അത് കഴിച്ചാൽ. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. നമ്മൾ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം അതിൽ ബ്രെഡും ഓംലേറ്റും പിന്നെ ജ്യൂസ്, ചായേൻ്റെ അതൊക്കെയാണ് ഉണ്ടാവൽ. അപ്പം ചായേൻ്റെ അവർ ചൂടുവെള്ളമെല്ലാം കൊണ്ടു തന്നിട്ടുണ്ടായിന്. പിന്നെ 2 ടീ ബാഗും തന്നു. പിന്നെ നമ്മളെ പാൽപ്പൊടിയാണ് കേട്ടോ തരില്ല. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ ചായയെല്ലാം ഉണ്ടാക്കി. പിന്നെ രണ്ട് ടിക്കറ്റാണ്. അപ്പോൾ 2 ടിക്കറ്റിന് 2 ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഇഡലിയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിന്. കാരണം അതിൽ ഓംലേറ്റ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പം ചായയെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഇതാണ് ട്രെയിനിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയും കുഴപ്പമില്ല, ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ഉച്ചക്കത്തെ ഫുഡോ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മളെല്ലാം പാക്ക് ചെയ്തിന് കേട്ടോ. ചോറും എല്ലാം എടുത്തിട്ടാണ് വന്നിന്. അപ്പോൾ ഇതിലുള്ളത്, ബ്രേക്ക്ഫാസ്റ്റിലുള്ളത് ബ്രെഡ് ഓംലേറ്റും പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് പൊട്ടാറ്റോയും ഇങ്ങനെ ബോയിൽ ചെയ്തത് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാവൽ. അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അത്ര ഈ രാജധാനി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പ്രാവശ്യം മാത്രമേ രാജധാനിയിലത്തെ നല്ല ഫുഡ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് അങ്ങനെ നല്ല ഫുഡ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് അത്ര ടേസ്റ്റും ആയിട്ട് തോന്നിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഒരിക്കൽ ഞാൻ ഫുഡ് അവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായില്ല. അതിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് എനിക്ക് വയറിന് കേടായിട്ടുണ്ടായിന്, ലൂസ് മോഷൻ ഇളകിയിട്ടുണ്ടായിന്. അതിൽ പിന്നെ ഞാൻ ട്രെയിനിലത്തെ ഫുഡ് കഴിക്കലില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടായിന്. പിന്നെ ട്രെയിനിൽ നിന്ന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചിനി നമ്മൾ വീട്ടിലെല്ലാം ഇരിക്കുമ്പോഴാണ് നമുക്ക് വിശപ്പ് കൂടുതൽ. പക്ഷേ അല്ലാട്ടോ, ട്രെയിനിലെല്ലാം യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് വിശപ്പ് തോന്നൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ തിന്നാൻ തോന്നും. അപ്പോൾ അമ്മ എനിക്ക് മുട്ട പുഴുങ്ങി തന്നിട്ടുണ്ടായിനി. പാവം ഇഡലി ഉണ്ടായിട്ടുണ്ടായിനി. പിന്നെ ഇഡലിക്ക് ചിക്കൻ കറി വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതെല്ലാം നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചു. കാരണം ബ്രെഡ് ഓംലേറ്റിൽ ബ്രെഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. പക്ഷെ കാര്യമായിട്ട് ഞാൻ ഓംലേറ്റേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നിമോഷും അതൊന്നും കഴിച്ചില്ല. ഇനി നിമോഷിന് ഇഡലി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നിമോഷ് കഴിക്കുക അറിയില്ല. കാരണം ഓക്ക് ഇഡലിക്ക് സാമ്പാർ തന്നെ വേണം. സാമ്പാറല്ല നമ്മളെടുത്തിന് ചിക്കൻ കറിയാണ്. ചിക്കൻ ഉണ്ടെങ്കിലുള്ള ചിക്കൻ പീസ് മാത്രമേ ഇന്നുള്ളൂ, ഇഡലിയൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഫുൾ തുരങ്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോകുന്നു. അപ്പം ഇന്ന് ഇഡലി നമ്മൾ ഒരു പാക്ക് മാത്രമേ ആക്കിയുള്ളൂ. ഞാൻ പറഞ്ഞിന് അച്ഛനോട് 5-6 എണ്ണ വെക്കണ്ടെന്ന്. പക്ഷേ അവർ കുറേ വെച്ചിട്ടുണ്ടായിന്, 10 എണ്ണമായിട്ടും വെച്ചിട്ടുണ്ടായിന്. നമുക്ക് കഴിക്കാനും പറ്റുന്നുണ്ടായിട്ടില്ല, കളയാനും തോന്നുന്നില്ല. പക്ഷെ എന്തായാലും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല കൈസ്. അത് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് കുറച്ച് ഇഡലി കഴിച്ചിട്ടുണ്ടായിന്. ഒരു 3-4 എണ്ണം ബാക്കി ഉണ്ടായിട്ടുണ്ടായിട്ടാ. പിന്നെ ട്രെയിനിൽ നിന്ന് വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിരിക്കലാന്ന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരുന്നതിൻ്റെ തലേന്ന് നല്ലൊരു വീഴ്ച വീണി. എനിക്ക് കാലും കൈയും ഒന്നും അനക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. നല്ലോണം പറ്റിയിട്ടുണ്ട്. നല്ല ചതവുണ്ട്. എല്ലായിടത്തും കല്ലിച്ചിട്ട് നീലിച്ചിട്ടാണ് ഉള്ളത്. അപ്പം നമ്മൾ ലോവർ ബർത്തും അപ്പർ ബർത്തും ആണ്. പിന്നെ
ഞാൻ അപ്പർ ബാത്തിൽ തന്നെ കയറിയിനി. കാരണം നിമോഷ എങ്ങനെയും എൻ്റെ കൂടെ കിടക്കുന്നുമില്ല, അവൾ അച്ഛൻ്റെ കൂടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. അവളാണെങ്കിൽ മുകളിലേക്ക് വരുന്നുമില്ല. അതുകൊണ്ട് ഞാൻ അപ്പർ ബർത്തിലാണ് ഞാൻ കിടന്നിട്ടുണ്ടായിന്. എങ്ങനെയല്ലോ കയറിയതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കിടന്നിട്ടുണ്ടായിന്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിന്. അവരിങ്ങനെ ഓർഡർ എടുക്കാൻ വരും, നോൺ വെജാണോ വെജാണോ വേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോറ് ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ വെറുതെ വാങ്ങിയിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാണ്ട് നിന്നതാണ്. അപ്പം നമ്മൾ ലെമൺ റൈസും ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തതും കൊണ്ടുപോയിട്ടുണ്ടായിന്. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് നമുക്ക് കിട്ടൽ ദാലും ചിക്കൻ കറിയും പിന്നെ റൈസും ചപ്പാത്തിയെല്ലാം കിട്ടൽ. പിന്നെ ഒരു ചെറിയൊരു വെജ് ഉണ്ടാവും. അപ്പം ഞാൻ വെജ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ടായിന്. പിന്നെ തൈരും. അപ്പോൾ അതത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു പൊട്ടറ്റോ ഫ്രൈ പോലത്തെ സാധനം ഉണ്ടായിന്. പിന്നെ തൈര് വാങ്ങിയിട്ടുണ്ടായിട്ടാണ് നമ്മൾ അവരോട്. അപ്പം ലെമൺ റൈസ് ഒന്നും കേടാവൊന്നുമില്ല. ഞാൻ രാത്രിക്കും കൂടിയുള്ള ലെമൺ റൈസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നാളെ നമ്മൾ എത്തും. നാളെ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ഡൽഹിയിൽ എത്തേണ്ടതാണ്. ശരിക്കും നമ്മൾ 12:30 ഡൽഹിയിൽ എത്തേണ്ടത്. പക്ഷെ നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റാണ് ഉണ്ടായിന്. അപ്പോൾ ഈ ലെമൺ റൈസ് ഒന്നും കേടായിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഈ ഇലയിലും കൂടി പൊതിഞ്ഞതുകൊണ്ട് ആ ഇലേൻ്റെ ടേസ്റ്റും കൂടി അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണമെല്ലാം ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഡെസേർട്ടിനായിട്ട് ഒരു ഐസ്ക്രീം കിട്ടും കേട്ടോ. അത് ഉച്ചക്കും കിട്ടീനി രാത്രിയും കിട്ടും. അപ്പം ഐസ്ക്രീം എന്ന് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഐസ്ക്രീമെല്ലാം കഴിച്ചു. പിന്നെ കുറേ സമയം ഇങ്ങനെ ട്രെയിനിലേക്ക് ജനലിലൂടെ പുറത്തേക്കൂടെ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ഈ 2 AC ആയതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് പ്രൈവസി ഉണ്ട്. പിന്നെ അത്ര കൺജസ്റ്റഡും അല്ല. പിന്നെ കുഞ്ഞിനെല്ലാം കൊണ്ട് പോകുമ്പോൾ യാത്ര പോകുമ്പോൾ ശരിക്കും 2 AC ആണ് നല്ലത് 3 ACനേക്കാളും. അപ്പോൾ കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. പിന്നെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ 3 AC എല്ലാം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുൾ ആൾക്കാരും കാര്യങ്ങളെല്ലാം ആയിരിക്കും. പിന്നെ ഇപ്രാവശ്യം എന്തോ ടോയ്ലറ്റൊന്നും അത്ര വലിയ വൃത്തികേടായിട്ടുണ്ടായിട്ടില്ല. കുറച്ച് നല്ലതാണ് ഉണ്ടായിനി. അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിനി. അപ്പോൾ അതിലൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഉച്ചക്കും കുറച്ച് സമയം കയറി കിടന്നിട്ടുണ്ടായിനി. പിന്നെ വൈകുന്നേരം നമുക്ക് ചായ കൊണ്ട് തരും കേട്ടോ. ചായയിൽ ഒരു സാൻഡ്വിച്ച്, പിന്നെ ഒരു കച്ചോരി എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ ഇങ്ങനെയുള്ള സ്നാക്സ് അതെല്ലാം ഉണ്ടായിനി. ചായ പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കണം, അവർ ചൂടുവെള്ളമെല്ലാം കൊണ്ടുതരും. വൈകുന്നേരത്തെ സ്നാക്സൊന്നും അത്ര വലിയ കൊള്ളൂല. ആ കട്ട്ലേറ്റൊന്നും അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. കട്ട്ലേറ്റ് പറഞ്ഞാൽ ഒരു ബ്രെഡ് സാൻഡ്വിച്ച്, കട്ട്ലേറ്റ് അല്ല ഒരു ബ്രെഡ് സാൻഡ്വിച്ച്. അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല, കഴിച്ചിട്ടൊന്നുമില്ല, ടേസ്റ്റ് നോക്കിയതേ ഇല്ലൂ. പിന്നെ കച്ചോരിയും എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ നമ്മളും കുറേ എന്തെല്ലോ പലഹാരങ്ങൾ കൊണ്ടുപോയിനി കേട്ടോ. എന്തെല്ലോ ഇങ്ങനെയുള്ള ബേക്കറിയിലും കൊണ്ടുപോയിനി. അപ്പം അങ്ങനെ ട്രെയിനിലിരിക്കുമ്പോൾ നമ്മൾ മുന്നേ ഏട്ടൻ്റെ കൂടെ ബാംഗ്ലൂരിലെ ഏട്ടൻ്റെ എൻട്രി മീറ്റ്സ് അവരെ ഫാമിലി പഞ്ചാബിലേക്ക് പോകുന്നുണ്ടായിന്. അപ്പോൾ ഓൾ എന്നെ വിളിച്ചിട്ടുണ്ടായിന് നമ്മൾ ഈ ട്രെയിനിലുണ്ട് പറഞ്ഞിട്ട്. അപ്പം വേറെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അവൾ ഈ ട്രെയിനിലുള്ളത്. ഇനി അവളെ ഒന്ന് കാണാൻ പോകണം. അവളും പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുന്നു. അവർ ബീനായിലാണ് ഉള്ളത്. പിന്നെ നമ്മളൊരു റിലേറ്റീവും കൂടി ഉണ്ട് കേട്ടോ. അവരും നമ്മൾ അതേ ട്രെയിനിലാണ് ഉള്ളത്. അപ്പം സിഫാനേനെ ഞാൻ അനിയത്തീൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അനിയത്തീൻ്റെ കല്യാണത്തിന് വന്ന സമയത്തും അവർ ഈ ട്രെയിനിലാണ് പോകുന്നതെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായില്ല, അറിയൊന്നും ഉണ്ടായില്ല. കാരണം നമ്മൾ ടിക്കറ്റൊന്നും നേരത്തെ എടുത്തതല്ല, നമ്മൾ തത്കാലം എടുത്തിട്ടുണ്ടായിന്. അപ്പം അവർ ഈ ട്രെയിനിലുണ്ടായിരുന്ന ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് ആയിരുന്നു. അപ്പം പിന്നെ കുറേ സമയം നമ്മൾ അവരെ കൂടെ ഉണ്ടായിന്. പിന്നെ രാത്രി ഡിന്നറെല്ലാം നമ്മൾ ഒരുമിച്ചാണ് കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ രാത്രി ഡിന്നർ വാങ്ങിയിട്ടുണ്ടായിന്, കറി എടുക്കാമല്ലോ വെച്ചിട്ട്. അവർ പിന്നെ പത്തിരിയും ബീഫ് വലർത്തിയതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മളതും കൂടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഡിന്നർ കഴിച്ചു കേട്ടോ. അപ്പം അവരൊരു മീനച്ചാറ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് ആ മീനച്ചാറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരെ കണ്ടത് നമ്മൾ ഭയങ്കര സന്തോഷമായി. കാരണം ഒരാൾ കൂടി ഉണ്ടാകുമ്പോൾ നല്ല സുഖമല്ലേ. പിന്നെ അങ്ങനെ കുറേ അവർ നമ്മൾ A1 അവർ B9 ആയതുകൊണ്ട് പോവാൻ കുറേ ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് രാത്രി കിടക്കാനാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ രാത്രി കിടന്നുറങ്ങിയിട്ടാ. അപ്പോൾ അവർ താഴെ കിടന്നു, അച്ഛനും മോളും താഴെ കിടന്നു, ഞാൻ മുകളിൽ തന്നെയാണ് കേട്ടോ കിടന്നിന്. അങ്ങനെ രാവിലെ അങ്ങ് എണീച്ചു കേട്ടോ പിറ്റത്തെ ദിവസം. അപ്പോൾ രാവിലെ അവർ ബെഡ് കോഫിയെല്ലാം കൊണ്ടുതരും. പക്ഷെ അന്നേരം എണീക്കാത്തതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല. നമ്മളൊരു 8:30 ആയിന് എണീക്കുമ്പോൾ. അപ്പം എണീച്ച് ഫ്രഷെല്ലാം ആയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ട്രെയിനിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പക്ഷെ ഉച്ചക്കത്തെ ഫുഡ് കിട്ടില്ല, അതിന് ഡൽഹിയിൽ പോയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ മഹാരാഷ്ട്ര
കുറേ എത്തീന് കേട്ടോ, കുറച്ച് അങ്ങോട്ടായിന്. പക്ഷെ ട്രെയിൻ ഭയങ്കര ലേറ്റാണ് ഉണ്ടായിന്. ഭയങ്കര ലേറ്റ് പറഞ്ഞാൽ ഭയങ്കര ലേറ്റ്. പിന്നെ നമ്മൾ രാത്രി ഒരു 9-9:30 ആകുമ്പം ശരിക്കും പൻവേൽ എത്തേണ്ടതാണ്. പക്ഷേ കുറേ ലേറ്റായിട്ടാണ് ഉണ്ടായിന് ട്രെയിൻ. അപ്പോൾ രാവിലെ ആകുമ്പം മഹാരാഷ്ട്ര കഴിഞ്ഞെന്ന് തോന്നുന്നു. ഗുജറാത്ത് എത്തിയിട്ടുണ്ടായിന്. അങ്ങനെ രാവിലെ എണീച്ച് പല്ലെല്ലാം തേച്ച് നല്ല തിരക്കാന്നുണ്ടായിന്. കാരണം നമ്മൾ രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ല പല്ല് തേക്കാനൊന്നും. പക്ഷേ കുറച്ച് ലേറ്റായിട്ട് എണീക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാവുക. അപ്പം നമ്മിന്ന് കുറച്ച് ലേറ്റായി പോയിന്. അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിന് പല്ലെല്ലാം തേക്കുന്നിടത്ത്, ടോയ്ലറ്റിലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെയിം തന്നെ. നമ്മളെ ബ്രെഡും ബട്ടറും തരും, പിന്നെ ഒരു ഓംലേറ്റും തരും, പിന്നെ കുറച്ച് ക്യാരറ്റും നമ്മളെ പൊട്ടാറ്റോസും അതെല്ലാം ഒന്ന് ബോയിൽ ചെയ്തതുണ്ടാവും. ഇത് തന്നെയാണ് ഇവരെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല. 2 ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് നമ്മൾ 3 കൂടി കഴിച്ചു. അപ്പം ഇതെല്ലാം രാജസ്ഥാനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ട്രെയിൻ ഭയങ്കര ലേറ്റാണ് ഗൈസ്, ഭയങ്കര ലേറ്റ്. രാത്രി പിടിച്ചിട്ടുണ്ടായിന്. പക്ഷേ പിന്നെ അത് ഭയങ്കര ലേറ്റ് ഉണ്ടായിന്. ഇവർക്ക് ശരിക്കും 3 മണിക്കാകുമ്പോഴാണ് ഇവർക്ക് ഡൽഹിയിൽ നിന്ന് ഇവർ പഞ്ചാബിലേക്കുള്ള ട്രെയിൻ. പക്ഷേ ഇത് ലേറ്റ് ആയതുകൊണ്ട് അവർക്ക് അത് കിട്ടുമോയെന്ന് അറിയുന്നുണ്ടായില്ല. നമുക്ക് പിന്നെ ട്രെയിനിലൊന്നും പോകാറുണ്ടാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. നമുക്ക് അവിടെ നിന്ന് ഒരു ടാക്സിക്ക് പോകേണ്ട ദൂരമല്ലോ നമ്മളെ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇത് മധുര ജംഗ്ഷനിൽ ഏകദേശം ഒരു 2 മണിക്കൂർ പിടിച്ചിട്ടിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അവരും നമ്മളെ കമ്പാർട്ട്മെൻറ്റിലേക്ക് രാവിലെ വന്നിട്ടുണ്ടായിന്, പിന്നെ തിരിച്ച് പോയി. അപ്പോൾ മധുര ജംഗ്ഷനിൽ ഏകദേശം 2 മണിക്കൂർ പിടിച്ചിട്ടുണ്ടായിന്. 12:30 നമ്മൾ ഡൽഹിയിൽ എത്തേണ്ടതിന് പകരം നമ്മൾ ശരിക്കും 3:30 കേട്ടോ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അന്നേരം ഞാൻ ബേൽപൂരിയെല്ലാം ആക്കുന്നത് മിക്സ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ട്രെയിനിൽ നിന്ന് കഴിച്ച് വിശന്നതുകൊണ്ട് പിന്നെ നമ്മളൊരു 3-3:30 ആകുമ്പം നമ്മൾ ഡൽഹി എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ സാധനമെല്ലാം ഇറക്കുന്ന തിരക്കാണ്. അപ്പോൾ കൂലീനെ കൊണ്ടാണ് ശരിക്കും നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിന്. കൂലിക്കെല്ലാം ഭയങ്കര പൈസയാണെന്ന് അവർ പറയൽ. ഒരു 2 ട്രോളി എടുത്തതിന് അവർ 500 രൂപ നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഡൽഹി നിസാമുദ്ദീനിൽ എത്തിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഒരു വലിയ യാത്രയായിരുന്നു ഗൈസ്. അങ്ങനെ യാത്രയിൽ അവരോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരിക്കൽ അവരെ കണ്ടിട്ടുണ്ടായിട്ടാ. പിന്നെ നമ്മളും ഒരു ഊബർ വിളിച്ചു. അപ്പോൾ നമ്മൾ ഊബർ വന്നു. നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോവേന്ന്, കുറേ ലഗേജെല്ലാം ഉള്ളതുകൊണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ഇപ്രാവശ്യത്തെ എൻ്റെ കണ്ണൂർ ടു ഡൽഹി ട്രാവലിൻ്റെ കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഫ്ലൈറ്റിൽ വന്നുകൊണ്ട് ഇത്രയൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ കുറേ ആയില്ല, 6 മാസമായി ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ടില്ല. അതുകൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്, ഒരു സന്തോഷമെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട്. പക്ഷേ ഇത് കുറേ ഒരു ലോങ് ലീവ് ആയതുകൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇനി വീട് പോയി നോക്കണം. വീട് നല്ല പൊടി പിടിച്ചിട്ടുള്ളത്, നല്ലോണം പൊടിയുണ്ട്. അപ്പം 1 മാസം ഫുള്ളായി ഏട്ടനും കൂടി ഇല്ലാത്തത്. പിന്നെ ഞാൻ 6 മാസമായി ഇവിടെ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ ഫുള്ള് പൊടിയായില്ലതേന്. ഇതെല്ലാം വൃത്തിയാക്കൽ വലിയ പണിയാണ്. എൻ്റെ അടുക്കളയൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. നല്ലോണം പൊടിയടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. ഒരു 2-3 പ്രാവശ്യം തുടച്ചെടുക്കണം കേട്ടോ, എന്നാലേ എനിക്കെൻ്റെ പഴയ വീടാവില്ല. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കണം. ഒരുപാട് അലക്കാനുണ്ട്. അപ്പോൾ ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അജയേട്ടനെയും കാവേശിനും വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് വന്നിട്ടാണ് ഇതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ട കാഴ്ചയാണ്, നമ്മൾ പുറത്തേത്തെ മരത്തിൽ ഫുള്ള് തത്തമ്മയുണ്ട്. തത്തമ്മക്ക് ഒരു കൂട് കൂട്ടിയിട്ടുണ്ട്, ഒരു 5-6 തത്തമ്മയുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ തത്തമ്മ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെല്ലാം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു കേട്ടോ അവരെ വീട്ടിൽ പോയിട്ട്. ഇനി വീടെല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചേച്ചി ബൈ ബൈ.